ഹലോ ഗായ്സ്, അപ്പം ഇന്ന് എങ്ങോട്ടാ യാത്ര ചെയ്തല്ലേ? കണ്ടപ്പോൾ മനസ്സിലായോ? നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുവാണേ. അപ്പം എൻ്റെ കൂടെ വന്നേക്കണത് ഇന്ന് കുഞ്ഞായും ഏട്ടനും കൂടെയാണേ. അപ്പം എന്താ പറ്റിയെന്നല്ലേ, എന്നെ പൂച്ച മാന്തി ഗായ്സ്. എൻ്റെ കാലയിലതാ അവിടെയായിട്ട് ഞാൻ വർക്ക് ഏരിയയിലേക്ക് പോയപ്പോഴേ വർക്ക് ഏരിയയിൽ കതക് തുറന്ന് കിടക്കുമായിരുന്നേ. അപ്പോൾ പൂച്ച അകത്ത് കയറി. അപ്പം ഞാൻ അടുക്കളയിലേക്ക് ചെന്ന വഴി എന്നെ കണ്ട് പൂച്ച പേടിച്ചു പോയി. പൂച്ചേനെ കണ്ട് ഞാനും പേടിച്ചു. ഞങ്ങളിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് അന്തിച്ച് നിന്നപ്പം പൂച്ച എൻ്റെ കാലിൽ കൂടെ കയറി ഓടിയത്. അപ്പോൾ പോയ വഴിക്ക് അതിൻ്റെ നഖം വന്ന് എൻ്റെ കാലിലേക്കും ഉണ്ട്. ചെറിയ 2 മാന്തലേ ഉള്ളൂ, എങ്കിലും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണേ. അപ്പോൾ വന്ന് ഞാനും കുഞ്ഞായി ഏട്ടാ വന്ന് കല്യാണിമോൾ അംഗനവാടി പോയി. അപ്പോൾ കുഞ്ഞിന് ബോറടിച്ച് കുറേ നേരം, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത്. 141 നമ്പറായിരുന്നു എൻ്റെ. അങ്ങനെ 141 നമ്പർ വിളിച്ച് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുക. അപ്പം ചെല്ലുമ്പോൾ എന്തായാലും കുത്തിവെപ്പ് കിട്ടും എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു 4 പ്രാവശ്യം കുത്തി വെക്കണം എന്ന് പറഞ്ഞു, ചെറിയതാണെങ്കിലും. അങ്ങനെ 2 തോളിലും കുത്തിവെപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ പോരുന്ന വഴി അത്രയും നേരം ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ പിന്നെ വഴിയിലിറങ്ങി കഴിക്കാനും കുടിക്കാനായിട്ട് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ നേരെ വീട്ടിലെത്തി പിള്ളേരുമായിട്ട് കിടന്നു. ഇത് ഡേ 2 ആട്ടോ. 2ാമത്തെ ദിവസം വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കുത്തിവെക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ 4 ദിവസമാണ് എനിക്ക് കുത്തിവെക്കേണ്ടത്. അങ്ങനെ അവിടെ ചെന്ന് കുത്തിവെപ്പെല്ലാം കഴിഞ്ഞ് 2 തോളിലും നല്ല വേദനയും കാര്യങ്ങളും ഉണ്ടെന്ന് പറയും കേട്ടോ. കാരണം ഇച്ചിരി മരുന്ന് വെച്ച് കുത്തും, തിരുമാൻ പാടില്ല, ചൊറിയും. അങ്ങനെ കുത്തിയൊക്കെ വെച്ച് നേരെ നമ്മൾ നമ്മുടെ കടയിൽ വന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ വന്നൊരു ഐസ്ക്രീം എല്ലാം കഴിച്ച് അവിടെ റിലാക്സ് ചെയ്തിരിക്കുമായിരുന്നു. ഇത് ഞങ്ങൾ തന്നെയായിരുന്നു പോയത്. പിന്നെ ഇത് 3ാമത്തെ ദിവസത്തിൻ്റെ വീഡിയോയാണ്. ഞങ്ങൾ 3ാമത്തെ ദിവസം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് പോകുക. അപ്പോൾ പോകുമ്പോൾ നമ്മൾ കല്യാണി മോളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം കുഞ്ഞായിനെ കൊണ്ടുപോയി, പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ ഞങ്ങൾ പോയത് കല്യാണി മോളെയായിട്ടാണ്. അങ്ങനെ നേരെ കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് വേണം എല്ലാ പ്രാവശ്യവും കുത്തിവെക്കാൻ വേണ്ടിയിട്ട്. അത് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന പോസ്റ്ററും കാര്യങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ കല്യാണി മോൾക്കും ഏട്ടനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുതൽ ബോറടിക്കാൻ വേണ്ടി തുടങ്ങി. കുറേ നേരം ഇരുന്നപ്പോൾ, കാരണം അവിടെ നല്ല താമസമാണ്, ഒരുപാട് രോഗികളുള്ളതുകൊണ്ട്. അപ്പോൾ അവർ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പോയി. ആ സമയത്ത് എന്നെ ഡോക്ടർ വിളിച്ച് കുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞ് കല്യാണി ഉള്ളതുകൊണ്ട് കല്യാണിക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഒരു ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ അവിടുന്ന് കല്യാണിയുടെ ഐസ്ക്രീമിൻ്റെ മേടിച്ച് കുറച്ചൊക്കെ കഴിച്ച് ഞാനൊരു സോഡാ നാരങ്ങ വെള്ളമാണ് പറഞ്ഞത്, ഒരു പപ്സും കഴിച്ച്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. കാരണം കൈ പൊങ്ങത്തില്ല, 2 കൈക്കും ഇങ്ങനെ അടുപ്പിച്ച് ഒന്നരാടം കുത്തി വെക്കുന്നത് കൊണ്ട് ഭയങ്കര പാടാണ്. ഇനി 4ാമത്തെ ദിവസത്തെ കുത്തിവെപ്പ് അടുത്ത വീഡിയോ